മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ എലീഷായിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളുടെ ആരംഭം കുറിക്കുകയാണ്. ഏലിയായുടെ ശിഷ്യനായി തീർന്ന എലീഷ ജെറീക്കോയിൽ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ നഗരവാസികൾ വന്ന് പറയുന്നുണ്ട്, ഈ പട്ടണത്തിൽ താമസിക്കുക നല്ലതാണ്, കാരണം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. എന്നിട്ട് അവർ പറയുന്ന അതിന് ചില കുഴപ്പങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ജലം മലിനമാണ്, അതുപോലെ തന്നെ ഈ പ്രദേശം ഫലശൂന്യവുമാണ്. 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, ഈ ജലം കുടിക്കാൻ കൊള്ളില്ല. 2, ഈ നാട് ഫലശൂന്യമാണ്. അപ്പോൾ അതിലൂടെ അനേകർ മരിക്കുകയും ഈ ജലം കുടിക്കുന്നവരൊക്കെ മരിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ ആ ജലം കൃഷിക്ക് ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനും കൊള്ളില്ല. ദൈവത്തിൻ്റെ പ്രവാചകനായ എലീഷ പറയുന്നു, ഒരു പുതിയ പാത്രത്തിൽ ഉപ്പിടുക. അവർ അപ്രകാരം ചെയ്തു. എലീഷ നീറുറവയുടെ അടുത്തേക്ക് ചെന്ന് ആ പാത്രത്തിലെ ഉപ്പ് അതിലേക്കിട്ടു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളത്തെ ശുദ്ധീകരിച്ചിരിക്കുന്നു. തുടർന്ന് പറയുക, ഇനി നാട്ടിൽ ഈ ജലം മൂലം മരണമോ ഫലശൂന്യതയോ ഉണ്ടാവുകയില്ല. എലീഷയുടെ വാക്ക് അനുസരിച്ച് ഇന്നും ആ ജലം ശുദ്ധമാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനിലൂടെ ദൈവം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നൊരു തെളിവാണിത്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനും ദൈവത്തിന് സാധിക്കും. ദൈവം അരുളി ചെയ്യുന്നു, അതാണ് ദൈവം കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജലത്തെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്റെ നാടിനെ ശുദ്ധീകരിക്കുവാൻ, ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. ഫലരഹിതമായ ഫലത്തിനെയും ഫലമുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. നിന്റെ ജീവിതാവസ്ഥയുമായി നീ തട്ടിച്ചു നോക്കുക, നിനക്ക് എവിടെയാണ് ഫലം ലഭിക്കാതെ പോകുന്നത്? ജീവിതത്തിൽ അനേക ദമ്പതികൾ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. അവരെയും ഈ സമയത്ത് ചേർത്ത് വെക്കുകയാണ്. അനേക കുട്ടികൾ ഗർഭപാത്രത്തിൽ മരിച്ചു വീഴാറുണ്ട്. അത് ഒന്നെങ്കിൽ വളർച്ചയുടെ പേരിൽ, അല്ലെങ്കിൽ ഗർഭപാത്രം അതിന് അനുയോജ്യമല്ല എന്നതിൻ്റെ പേരിൽ, പല കാരണങ്ങൾ മൂലമാണ് സംഭവിക്കുക. പുരുഷന്മാരുടെ കൗണ്ട് കുറവ് മൂലം, അതിന് ശക്തി കുറവായതിൻ്റെ പേരിൽ. ഈ ഫലം തരാത്ത പ്രദേശത്ത് ഫലം കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നിന്നിൽ നിന്ന് കർത്താവ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സാധിക്കും എന്ന് നീ വിശ്വസിക്കുക. മരണം സംഭവിച്ചിട്ട് ആ ജലം കുടിച്ച് മരിക്കുന്ന അവിടെയെല്ലാം ദൈവ ജലത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ നിന്നെയും നിന്നിലുള്ളവയെയും നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഘടകങ്ങളെയും കോശങ്ങളെയും ദൈവത്തിന് വിശുദ്ധീകരിക്കാൻ കഴിയും. ദൈവം വിശുദ്ധീകരിച്ചാൽ നീ ഇവനെ അശുദ്ധമെന്ന് പറയരുത്. ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികളെ ഒരിക്കൽ കൂടി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഫലരഹിതമായ ജീവിതത്തിൽ നിന്ന് ഫലം നൽകി മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, പുതിയ തലമുറകൾക്ക് നീ രൂപം കൊടുക്കണമേ. ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കി കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപ ആ മക്കളുടെ മേൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ. ആശ്രയം മാതാവേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. അവർക്ക് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.